ഈ നോർത്ത് കൊറിയയിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ? കിം അണ്ണൻ അവിടുത്തെ നാട്ടുകാർക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ആളാണോ? എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഈ 2-2.5 കോടി ആൾക്കാരുണ്ട് അവിടെ. ഇത്രയും ആൾക്കാരിനെ കുറച്ച് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരും കൂടി ചേർന്ന് ഇത്രയും കൺട്രോൾ ചെയ്ത് അവരിനെ ഇത്രയും റെസ്ട്രിക്റ്റ് ചെയ്ത് ഇതെങ്ങനെ ഇത് വെക്കുന്നു? കിം അണ്ണൻ്റെ ജോലി അത്ര എളുപ്പമാണെന്ന് വിചാരിച്ചാൽ എളുപ്പമൊന്നല്ല, നല്ല പണിയെടുത്തിട്ടുണ്ട് അണ്ണൻ. എന്നിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നോർത്ത് കൊറിയനെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ BBC യിൽ നോർത്ത് കൊറിയക്കാരുടെ ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസാണ് എന്തൊക്കെയാണ് ഇവർ ഫോണിൽ അവർ അലോഡ് ആയിട്ടുള്ളതും അല്ലാത്തതും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നോർത്ത് കൊറിയയിൽ അറിയാലോ, ഹെവി സെൻസറിങ് ആണ്. അതുപോലെ ഒരു പുറത്തുനിന്നുള്ള വേറെ രാജ്യത്തു നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അകത്തേക്ക് പോയില്ല. അകത്തുള്ള ഇൻഫർമേഷൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻ്റർനെറ്റ് ഇല്ല. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച, കിം അണ്ണൻ കണ്ടുപിടിച്ച എന്തോ ഒരു സാധനമാണ് അവിടെ ഉള്ളത്. അതിലെന്തോ അവരുടെ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മൊബൈൽ ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടുത്തെ കുറച്ച് സെലക്ട് ചെയ്ത സിറ്റിസൻസിനും ഹയർ ഒഫീഷ്യൽസിനും, അവിടുത്തെ പട്ടാളത്തിലൊക്കെ ഒഫീഷ്യൽസ് ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്റിൻ്റെ, അവർക്കും പിന്നെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എന്തോ ടൂറിസമൊക്കെ എന്തോ അലോവൊക്കെ ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെയാണ് ഈ ഒരു ഇൻട്രാനെറ്റും ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. കിം അണ്ണൻ്റെ മെയിൻ ശത്രു ആരാണ്? സൗത്ത് കൊറിയക്കാരാണ്. അവിടെയുള്ള നാട്ടുകാർക്കുള്ള ഫ്രീഡവും ഇപ്പോൾ ആ നാട്ടുകാർക്ക് കിട്ടുന്ന പൈസയും എൻ്റർടൈൻമെൻറ്റും ഒന്നും ഈ കിം അണ്ണന് ഇഷ്ടമല്ല. നാട്ടുകാർ അതൊന്നും കാണരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ബാൻ ചെയ്തിട്ടുണ്ട്. ഡ്രാമയും അതും ഇതും എല്ലാത്തിനും ബാൻ ചെയ്തു. സൗത്ത് കൊറിയ എന്ന് എങ്ങാനും ഈ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി ഓട്ടോ കറക്റ്റ് ചെയ്തിട്ട് പപ്പറ്റ് സ്റ്റേറ്റ് എന്നായിട്ട് മാറും. അതേപോലെ ഈ ഡ്രാമയിലേക്ക് ഈ ഓപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിഞ്ച് വേർഡില്ലേ, അണ്ണന് അതും ഇഷ്ടമല്ല, അതിനും അങ്ങോട്ട് ബാൻ ചെയ്തു. ഓപ്പാന്ന് ഈ സൗത്ത് കൊറിയക്കാരാണുള്ളത് പറയുക, ഓപ്പാന്ന് എങ്ങാനും അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്രേഡ് എന്നായിട്ടും ഓട്ടോ കറക്റ്റ് ആവും. അതുപോലെ പ്രീസെറ്റ് ആയിട്ട് കുറേ ആപ്പുകൾ വരും. ഇതിലൊന്നും വേറെ ആപ്പോ നമുക്കുള്ള ഇഷ്ടമുള്ളതൊന്നും ഡൗൺലോഡ് ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മെയിൻ കാര്യം, എല്ലാ കുറച്ച് ഇൻ്റർവെൽ ഓഫ് സമയത്തും സ്ക്രീൻഷോട്ട്സ് എടുത്തുകൊണ്ടേയിരിക്കും. അതായത് ഫോണിൻ്റെ സ്റ്റോറേജ് മുഴുവൻ ഒരു ഫോൾഡർ ഉണ്ട് അത്ര. ആ ഫോൾഡർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആ ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻഷോട്ട്സ് ആയിരിക്കും. അതായത് ഈ സ്ക്രീനിൽ എന്താണ് ഉള്ളത്, സ്ക്രീൻ റെക്കോർഡിങ് പോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ. ആക്ച്വലി എന്തിനാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ടെക്നോളജി അവിടെ എത്തിയിട്ടുണ്ടാകാത്തതുകൊണ്ടായിരിക്കും സ്ക്രീൻഷോട്ട്സ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ മൊബൈലിൽ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ വെബ്സൈറ്റിൽ നമ്മൾ പോകുന്നു, അതെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് ആ ഫോൾഡറിലാക്കി വെക്കും. ആ ഫോൾഡർ നമുക്ക് ആക്സസ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റില്ല. അത് നേരെ പോകുന്നത് അണ്ണൻ്റെ, കിം അണ്ണൻ്റെ അടുത്തേക്കാണ്. ഇതൊക്കെ നോക്കാൻ വേണ്ടി അവിടെ കുറേ ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ഇത് മൊബൈലിൽ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്.